വെൽക്കം ബാക്ക് ടു എ വീഡിയോ ഗൈസ്. സോ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് കുടുംബശ്രീ ട്രിപ്പാണ്. അമ്മമ്മ തന്നെയാണ് ഏർപ്പാടാക്കിയത്. എവിടേക്കാണെന്നറിയോ? ബ്ലാക്ക് തണ്ടറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ഊട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ്. ഊട്ടീൻ്റെ ഏറ്റവും അടിയിലാണ്, മേട്ടുപാളയത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 5:45 എങ്ങാനും ആയിട്ടുണ്ട്. സണ്ണൊന്നും വന്നിട്ടില്ല ഗൈസ്. ഓക്കെ, സോ 6 മണിക്കാണ് ബസ് വരുന്നത്. ഇതിഹാസം എന്നാണ് ബസ്സിൻ്റെ പേര്. എല്ലാ ആൾക്കാരും ഒരു 6 മണി 6 മണിയൊക്കെ തന്നെ ഇവിടെ എത്തും ഗൈസ്. കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതാണ് ബസ്. ഞങ്ങൾ ഇച്ചിരി DJ ഒക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. അവിടെ കുറെ കറങ്ങണ ലൈറ്റ്, ഇതുപോലത്തെ ലൈറ്റും ഏകദേശം ലേസർ വരെ ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാ DJ സെറ്റപ്പ് ഡും 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 ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമുക്ക് എന്ന് പറഞ്ഞ് റോക്ക് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അവിടെ ഇച്ചിരി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡീലേ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ബാക്ക് ഓൺ ടു DJ മോഡ്കാസ്റ്റാണ്. ഞങ്ങളുടെ വയലൊക്കെ ബൂമറും കോപ്പിക്കൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അവിടെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചില്ലേ, ബ്ലാക്ക് തണ്ടറിലെത്തി. നമ്മൾ ബ്ലാക്ക് തണ്ടറിലെത്തിയതിന് ശേഷം പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ടോ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല എക്സൈറ്റിംഗ് മൂഡിലാണ് ഗൈസ്. ബ്ലാക്ക് തണ്ടറിനുള്ളിൽ എങ്ങനെയായിരിക്കും, ഞങ്ങളുടെ ഫാമിലി ഇതുവരെ ബ്ലാക്ക് തണ്ടറിൽ പോയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് എക്സൈറ്റിംഗ് ആണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ചൈൽഡ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഐ ആം വെരി എക്സൈറ്റഡ് ഗൈസ്. ഉള്ളിൽ എന്താണെന്ന് കാണാൻ ക്യൂ നിൽക്കണമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജേഴ്സി ആണ് ഇട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ സ്വിമ്മിങ് സ്യൂട്ട് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ പിന്നെ ഞങ്ങൾ ആദ്യം കയറിയത് ഇല്യൂഷൻ റൈഡിലായിരുന്നു. അതിൽ കാല് വെച്ചതും തന്നെ അത് ഓഫായി പോയി. പിന്നെ അമ്മ കയറിയപ്പോഴാണ് അപ്പം ഞങ്ങൾ ഇച്ചിരിയൊക്കെ കണ്ടു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കയറിയ ഇത് കണ്ടോ, ഇതൊക്കെ വലിയ വലിയ വാട്ടർ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനുശേഷം ഈ റൈഡിലുണ്ട് കയറിയത്. കൊച്ചു പിള്ളേരുടെ റൈഡാണ്. പിന്നെ അതിൻ്റെ ശേഷം ഈ കാറിന് സ്പീഡിൽ പോണ റൈഡാണ് കേട്ടോ ഗൈസ്. സ്പീഡിൽ പോയി തലയൊക്കെ പകുതിയും ഇറങ്ങി. അതിനുശേഷം വേറെ ഡ്രൈ റൈഡ്സ് കൊള്ളുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത് ചാടി വെള്ളത്തിലോട്ട് ഗൈസ്. ഇതിൽ ആരും ഉണ്ടായിരുന്നില്ല, നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം വെള്ളത്തിൽ കയറാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. അനുവിൻ്റെ ബാക്ക് പോയി അനു എക്സൈറ്റിൽ എടുത്ത് ചാടിയതാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഈ ഒരു ഇച്ചിരി വാട്ടർ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഇങ്ങനെ കുഴലിൽ കൂടെ വരുന്നത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ലക്കി ഫോൾസിലായിരുന്നു. അവിടുത്തെ ഒരു ലൈഫ് ഗാർഡ് പറഞ്ഞാൽ ലക്കി ഫോൾസ് തുടങ്ങിയിട്ട് അവിടെ പോയിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ലക്കി ഫോൾസ് എന്താണെന്ന് അറിയുന്നായിരുന്നില്ല. അപ്പോൾ അതേ പോയപ്പോൾ ഈ ഒരു സ്ഥലമായിട്ടോ കണ്ടത്. സെറ്റ് സ്ഥലമായിരുന്നു. മുകളിൽ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നത്. പിന്നെ ഞങ്ങൾ റെയിൻ ഡാൻസിങ്ങിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ വലിയ പൂളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ലേഡീസിനും കിഡ്സിനുള്ള പൂളിലായിരുന്നു. അതിലാണെങ്കിൽ നല്ല വലിയ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി. പിന്നെ ഗൈസ് തിരുമുമ്പത്തെ റൈഡിൽ കയറിയപ്പോൾ എൻ്റെ മൂക്കിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ മൂക്ക് പൊത്തിയിട്ടുണ്ടോ വന്ന്. പക്ഷെ മൂക്കിൽ വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം കുഞ്ഞാറ്റ വന്നു. കുഞ്ഞാറ്റ ആണെങ്കിൽ നല്ല ഫാസ്റ്റിലാണ് വന്നത്. അവളത് അപ്പോൾ പേടിച്ചു പോയി അവൾ. പിന്നെ അതിന് ശേഷം അനു ആണെങ്കിൽ കുഞ്ഞാറ്റേനും കാട്ടിലും ഫാസ്റ്റിലാണ് വന്നത്. അതുകൊണ്ട് അനു കിടന്നിട്ട് വന്നാൽ മതി, നല്ല ഫാസ്റ്റിലാവും. പിന്നെ ഞങ്ങൾ വലിയ കുഴലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഈ ഇല്യൂഷൻ പോലുള്ള ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളില്ല, അതൊക്കെ ഇതായിരുന്നു മെയിൻ. സോ ഗൈസ് ഇതിൽ അനുവിൻ്റെ ദേഹത്തോട്ടാണ് കൂടുതലും വെള്ളം വീണത്. അതുകൊണ്ട് തന്നെ അനു നിലത്ത് കടന്നു കേട്ടോ ഗൈസ്. പിന്നെ അതിനുശേഷം ഇതിൽ വേറൊരു കാര്യങ്ങൾ കൂടി ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ ഡബിൾ മെൻ റൈഡ് അതൊക്കെ വലിയ ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിള്ളേർക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ വലിയ ആൾക്കാർക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പിള്ളേർക്ക് ഉണ്ട്. ഡബിൾ മെൻ റൈഡ്, പിന്നെ ഈ സിംഗിൾ റൈഡ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞാറ്റ വരുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് വെയിറ്റ് ഇല്ല. അതുകൊണ്ട് അവള് സ്റ്റക്കായി പോയി. വെയിറ്റ് ഉള്ളവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റക്കാവും. പിന്നെ അവിടുത്തെ ലൈഫ് ഗാർഡ് പറഞ്ഞു സീക്രം വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ തമിഴ് അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇതിൽ വരുമ്പോൾ ഈ മാത്തിൽ വരുമ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എന്തോ തോന്നി ഗൈസ്. സ്പേസിലോട്ട് എയർ ഇതായതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ ലൈഫ് ഗാർഡ് പറഞ്ഞു സീക്രം വരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ തമിഴ് അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു.
പിന്നെ അതിനുശേഷം ഇതിൽ വരുമ്പോൾ ഈ മാറ്റിൽ വരുമ്പോൾ ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെ എന്തോ തോന്നി ഗൈസ് ഫേസിലോട്ട് എയർ ഇതായതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ എന്തോ മാതിരി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മയും അനുവും കൂടി വേറെ വലിയ റൈഡ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൂളിലും 2 റെയിൻ ഡാൻസിലൊക്കെ ആയിട്ട് സ്വിച്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ ലക്കി ഫോൾസിൽ താഴത്തെ പൂളിൽ കയറി. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അടുത്തത് വീട്ടിലോട്ടല്ല, ഞങ്ങൾ ഇഷയിലോട്ടാണ് പോണത്. ഞങ്ങൾക്ക് പിന്നെ പോണ വഴിയിൽ ഞങ്ങൾക്ക് നെയിം സ്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പ്ലീസ് കം നെക്സ്റ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നെയിം സ്ലിപ്പ് ബ്ലാക്ക് തണ്ടറിൻ്റെ നെയിം സ്ലിപ്പ്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുത്തു. ഐ ലവ് ബ്ലാക്ക് തണ്ടർ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലൈറ്റ് ഷോ കാണാനൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ലൈറ്റ് ഷോ എല്ലാം ഓഫാക്കി. ലൈറ്റ് അവർ ഓഫായിട്ട് പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് ഇൻ്റർനെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ 8 മണി വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ 7:45 വരെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഗൈസ് അതിന് ശേഷം അവിടെ ഉള്ള എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്തു ഗൈസ്. അവിടെ ഞങ്ങൾ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ ഇച്ചിരി സാഡ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.